നമ്മൾ എന്ത് പോട്ടി മിക്സാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കാണിക്കാറുള്ളത് തന്നെയാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച മണ്ണാണ് ഇവിടെ മൊത്തത്തിൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പിന്നെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റുകളും ഇപ്പോൾ മുറ്റമടിക്കുന്ന വേസ്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ചട്ടികൾ വെച്ചിട്ട് അതിലായിട്ട് ഇങ്ങനെ വാരി നിറച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പം മുയലുണ്ടായിരുന്നപ്പോഴൊക്കെ വെജിറ്റബിൾസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആ വെജിറ്റബിൾസ് ഒക്കെ എല്ലാ വേസ്റ്റും നമ്മളിങ്ങനെ ചട്ടികളിലോട്ട് നിറച്ച് വെക്കും. പിന്നെ കുറച്ചധികം മണ്ണും കൂടിയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. ഇത് കുറേയധികം മുന്നേ വെച്ചതാണ്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് ഡ്രെയിനേജ് ഉള്ള ചട്ടികളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഡയറക്റ്റായിട്ട് ഈ മണ്ണിലോട്ട് തന്നെ ഇറങ്ങി പോവുകയും ചെയ്യും. ഇതിനകത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ടുള്ള സ്മെല്ല്, പിന്നെ ഈ പുഴു വരൽ, അതൊക്കെ ഇച്ചിരി കുറവുമാണ്. പിന്നെ ഞാൻ കുറച്ചധികം മണ്ണ് ഇട്ട് കൊടുക്കും. നന്നായിട്ട് മണ്ണ് ഇടുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു വേസ്റ്റ് ഇരുന്നിട്ട് അങ്ങനെ ഒരു അഴുകുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരാറില്ല. ഈ ഒരു പൊട്ടി മിക്സൊക്കെ തന്നെയാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ നിറയ്ക്കുന്നതെങ്കിലും കുറച്ച് നാളിരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വളമൊക്കെ പോയിട്ട് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ മണ്ണിനെ തന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുവന്ന് കൊട്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കുറച്ച് കൊക്കോ പിറ്റും ഒക്കെ കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ രണ്ടാമത് റീഫിൽ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ പുറത്തുനിന്ന് ചാണകം ഇടയ്ക്ക് വാങ്ങാറുണ്ട്. അതും നമ്മളിങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടൊന്ന് ഉണക്കിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ചാണകം സ്റ്റോക്കില്ല, അത് കാരണം ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരെയും പോലെ തന്നെ എനിക്കും കുറേ ചെടികൾ സമ്മറിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സമ്മറിലാണെങ്കിലും ചെടി നടൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഇപ്പം ഒരു സെറ്റ് ചെടിയിൽ എന്തെങ്കിലും ഒരു ഉണങ്ങി വരുന്ന പോലെ കാണുകയാണെങ്കിൽ ഒരെണ്ണത്തിനെ തന്നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 5 ഇടത്തായിട്ട് ഇപ്പം വെയിലത്തും തണലത്തും ഷെയ്ഡിലും അങ്ങനെയൊക്കെ മാറ്റി പല ഏരിയയിലായിട്ടൊക്കെ ഒളിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് കിട്ടും. അങ്ങനെ കുറച്ച് ചെടികളെയൊക്കെ ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കുറച്ച് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചെടികൾ സർവൈവ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു.